ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എബൌട്ട് ടു. ഡു യു നോ വാട്ട് എബൌട്ട് ടു മീൻസ്? എബൌട്ട് ടു എന്നത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. എബൌട്ട് ടു. The phrase about to is used to express that something is going to happen very soon. About to എന്നത് എന്തെങ്കിലും ഉടൻ നടക്കാനിരിക്കുകയാണ് എന്ന് അർത്ഥമാക്കുന്നു. എബൌട്ട് ടു ഉപയോഗിക്കുന്നത് ഒരു കാര്യം ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ഗോയിങ് ടു ഉപയോഗിക്കാറുണ്ട്. ഗോയിങ് ടു എന്ന് പറയുമ്പോഴും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നു തന്നെയാണ് അതിൻ്റെയും അർത്ഥം. എന്നാൽ എബൌട്ട് ടു ഉപയോഗിക്കുമ്പോൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഗോയിങ് ടു ഉപയോഗിക്കുന്നത് 1-2 മണിക്കൂർ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാനോ ആണ്. എന്നാൽ എബൌട്ട് ടു ഉപയോഗിച്ച് അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എബൌട്ട് ടു കഴിഞ്ഞ് പറയുന്ന ഒരു പ്രവൃത്തി, അതായത് ഒരു വേർബ്, ഒരു ക്രിയ, അത് എന്താണോ അതിൻ്റെ മീനിങ്, അർത്ഥം, ആ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ എബൌട്ട് ടു എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാൽ നമുക്കിനി എബൌട്ട് ടു ഉപയോഗിച്ചുള്ള കുറച്ച് വാക്യങ്ങൾ നോക്കാം. ഐ ആം എബൌട്ട് ടു ഗോ ഔട്ട്. ഞാൻ പുറത്തേക്ക് പോകാൻ പോകുന്നു. ഷീ ഈസ് എബൌട്ട് ടു ഓപ്പൺ ദ ഗിഫ്റ്റ്. അവൾ സമ്മാനം തുറക്കാൻ പോകുന്നു. ഇറ്റ്സ് ജസ്റ്റ് എബൌട്ട് ടു സ്റ്റാർട്ട്. ഇത് ആരംഭിക്കാൻ പോകുന്നു. ദേ ആർ എബൌട്ട് ടു പ്ലേ എ ഗെയിം. അവർ ഒരു കളി കളിക്കാൻ പോകുന്നു. ദ കിഡ്സ് ആർ എബൌട്ട് ടു സ്ലീപ്പ്. കുട്ടികൾ ഉറങ്ങാൻ പോകുന്നു. ദേ ആർ എബൌട്ട് ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ്. അവർ മീറ്റിംഗ് ആരംഭിക്കാൻ പോകുന്നു. വി ആർ എബൌട്ട് ടു ഈറ്റ് ഡിന്നർ. ഞങ്ങൾ അത്താഴം കഴിക്കാൻ പോകുന്നു. ഐ വാസ് എബൌട്ട് ടു കോൾ യു. ഞാൻ നിന്നെ വിളിക്കാൻ പോവുകയായിരുന്നു. ഷീ ഈസ് എബൌട്ട് ടു എൻ്റർ ദ സ്റ്റേജ്. അവൾ വേദിയിലേക്ക് കടക്കാൻ പോകുന്നു. ദേ ആർ എബൌട്ട് ടു അനൗൺസ് ദ റിസൾട്ട്. അവർ ഫലം പ്രഖ്യാപിക്കാൻ പോകുന്നു.